ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന പിയൂൺ എക്സാമിൻ്റെ ആൻസർ കീയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ ആക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2413 എന്നാണ് വരുന്നത്. ഈഴവ മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഓപ്ഷൻ സി. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്? ലോർഡ് കേഴ്സൺ. താഴെ തന്നിരിക്കുന്ന ഒരു ശരിയായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ. അത് ശരിയാണ്. ഇപ്പം എല്ലാം ശരി എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചവറ, ആത്മാനുതാപം. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം, വൈകുണ്ഠ സ്വാമികൾ. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവേ. DK കാർവേയാണ് 1916 പൂനെയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവം. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ്? വില്യം ജോൺസ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ലോക്സഭയിൽ. മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ സാധിക്കുന്നത്? ഹൈക്കോടതി. ഓപ്ഷൻ ബി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 61ാം ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നതാണ്. താഴെ പറയുന്നതിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത് ഒന്നും രണ്ടും ശരിയെന്നുള്ളതാണ് ആൻസർ വരുന്നത്. സ്ഥിരം സഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. 6 വർഷമാണ് കാലാവധി. അത് തെറ്റാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2-ന്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിന് സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ചൈന. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടെത്തുക. 25ന്റെ ആൻസർ വരുന്നത് ഹിരാക്കുഡ് മഹാനദി. സർദാർ സരോവർ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. പുനർഗേഹം എന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്?
മലയോര മേഖലയിലെ ദുരന്തബാധിതർ. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ പുനർഗേഹം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈന് ബേപ്പൂർ മുതൽ ചെങ്കോട്ട വരെ. പുനർഗേഹം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈനാണ് ബേപ്പൂർ മുതൽ ചെങ്കോട്ട വരെ. ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തതേത്? ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. മഞ്ഞു മൂടിയപ്പെട്ട പർവ്വതങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ 2ഉം 3ഉം സവിശേഷതകൾ, 1ഉം 4ഉം സവിശേഷതകൾ അല്ല എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. 1ഉം 4ഉം സവിശേഷതകൾ അല്ല. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? ബേപ്പൂർ കൊല്ലം ചെങ്കോട്ടയാണ്. ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകളല്ലാത്തത് 1ഉം 4ഉം സവിശേഷതകൾ അല്ല. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരമുണ്ട്, നല്ലളമുണ്ട്, കായംകുളം, മൂലമറ്റം. ഏതാണ് വരുന്നത്? നല്ലളം. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് സൗദി അറേബ്യ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഇതിൻ്റെ ആൻസർ പാമ്പാടുംചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. അപ്പോൾ 1, 3 വരുന്ന ഓപ്ഷന് ഡിയേ ഉള്ളൂ. അപ്പോൾ ആൻസർ വരുന്നത് ഡി ആണ്. ലോകത്തിലെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലൂ. പെരിയാർ നദിയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതുമായ നദിയാണ്. 2 തെറ്റാണ്. അപ്പോൾ 1, 3, 4 ശരിയാണെന്നുള്ളതാണ് ആൻസർ. കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതി. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് അയ്മനം. കുങ്കുമപ്പൂ കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണാണ് കരേവാസ് മണ്ണ്. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് മഴനിഴൽ പ്രദേശങ്ങൾ. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റായവ തിരിച്ചറിയുക. ഒന്നും 4ഉം തെറ്റാണ് എന്നുള്ളതാണ് ഉത്തരം. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം
മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇന്ത്യ നോർവേജിയൻ പ്രൊജക്ട് എന്നറിയപ്പെടുന്നതുമായ തുറമുഖമാണ് നീണ്ടകര തുറമുഖം. കേരളത്തിൽ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരിച്ചറിയുക. രണ്ടും നാലും ശരിയാണെന്നുള്ളതാണ്. 3ഉം 4ഉം ശരിയാണെന്നുള്ളതാണ് വരുന്നത്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ചേരുംപടി ചേർക്കാനാണ് കരുമാടിക്കുട്ടൻ സ്മാരകം. ആലപ്പുഴ. 1ൻ്റെ ആൻസർ വരുന്നത് 3ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ബോക്സർ കലാപം അമേരിക്ക തെറ്റാണ്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന അത് തെറ്റാണ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ഇപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 2, 4 ശരിയാണ്. അടുത്തത് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണോ, ചാതക സന്ദേശമാണോ, മയൂര സന്ദേശമാണോ, കോകില സന്ദേശമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോകില സന്ദേശമാണ് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവയുടെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് എന്ന ക്രമത്തിൽ ക്രമീകരിച്ച് എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. താഴെ പറഞ്ഞ പ്രസ്താവനകൾ തെറ്റായവ കണ്ടെത്തുക. 48ാമത്തേൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്ര രംഗം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിന്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത് ഒഡീഷയിൽ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വന്നത് ശാസ്താംപാറയിൽ. കരിമ്പൻ വന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഫംഗസ്. നാഗപതിവെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് കുരുമുളക്. മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം. അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ സി. സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ. യുനെസ്കോ അംഗീകരിച്ച അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ 1 മാത്രം ശരിയെന്നുള്ളതാണ്. കൂടിയാട്ടം. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ഒന്ന് തെറ്റാണ്. 1 തെറ്റുള്ള ഓപ്ഷനെല്ലാം പോകും. 2, 4 ശരിയാണെന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്ന ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. 1, 3 ശരിയാണെന്നുള്ളതാണ്. 1 മാത്രം ശരി. ഇലക്ട്രോൺ ജെ തോംസൺ. താഴെ പറഞ്ഞ പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിൽ
ഇലക്ട്രോൺ ജെ തോംസൺ, പ്രോട്ടോണും ന്യൂട്രോണും തെറ്റാണ്. അപ്പോൾ ഒന്ന് മാത്രം ശരി. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കുന്നത്? കലാമിനിൽ നിന്ന്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ഹൈഡ്രജൻ മൂലകത്തെ സൂചിപ്പിക്കുന്നതാണ്. ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 താപപ്രശ്നവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. എല്ലാം ശരിയാണെന്നുള്ളതാണ് വരുന്നത്. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ട്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാന്? ഡോക്ടർ സമീർ വി കാമത്ത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? വടക്ക് കിഴക്കൻ ഹിമാലയം. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പ്രോട്ടോസോവ. വൈറൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു? വൈറൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു? പ്ലാസ്മോഡിയം ഫാൽസിപാരം. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏത്? രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശമാണ് മോണോസൈറ്റ്. ഒരു കാർഡിയക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം 0.8 സെക്കൻഡ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി മൈക്രോബാക്ടീരിയം ലെപ്റ്റോസ്പൈറയാണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് ലെപ്റ്റോസ്പൈറ. ക്ഷയരോഗം പ്രതിരോധിക്കാൻ BCG. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9 മുതൽ 11 വരെ. മസ്തിഷ്കത്തിൽ പൊതിഞ്ഞു കാണുന്നതാണ് മെനിഞ്ചസ്. മുറിവുണ്ടാകുമ്പോൾ കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ജീവകം K. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. അമീബിക് മെനിഞ്ചോ എൻസൈഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി നെഗേരിയ ഫൗലേരി. 2021 കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാര. ഇനി നമുക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറഞ്ഞാൽ ശരിയായത് ഓപ്ഷൻ സി ആണ്. 9 + 6 = 54. 20ൻ്റെയും 30ൻ്റെയും ഉസാഗ 10 ആണെങ്കിൽ അവിടെ ലസാഗു 60 ആണ്. ഓപ്ഷൻ എ. 8/3 3/4 ഭാഗം 2. 726 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറിനെ 100 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിൻ്റെ നീളം 7.26 സെൻറ്റിമീറ്റർ. 8 സ്ക്വയർ + 9 സ്ക്വയറിൻ്റെ വില കാണുക 145. ഒരു ബാസ്കറ്റ് ബോൾ കളിക്കാരൻ്റെ 6 കളികളുടെ ശരാശരി സ്കോർ 18 പോയിൻ്റാണ്. അടുത്ത കളിയിൽ അയാൾ 25 പോയിൻ്റ് എടുത്താൽ പുതിയ ശരാശരി സ്കോർ എത്രയാണ്? 19. 87ാമത്തത്. √64 + √100ൻ്റെ വില 18. ഒരു വ്യക്തി 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരം 1500 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം 25%. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺ ഏതാണ്? 70 ഡിഗ്രി. ഒരു സൈക്കിൾ സവാരിക്കാരൻ്റെ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത 15 km/h. 5 + 3 ÷ 2 + 4² = 20. 92. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്ത സംഖ്യ 2, 6, 12, 20, 30. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അഭാജ്യ സംഖ്യകളുടെ സെറ്റാണ്. ഓപ്ഷൻ സി ആണ്. 2, 3, 5, 11. 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? പൂർണ്ണസംഖ്യയുമാണ്, രേഖീയ സംഖ്യയുമാണ്. 1, 3 ശരിയാണെന്നുള്ളതാണ്. 0 ഒരു എണ്ണൽ സംഖ്യ അല്ല, അഖണ്ഡ സംഖ്യയാണ്. താഴെ പറയുന്നതിൽ ഒറ്റാനെ കണ്ടെത്തുക 28. താഴെ പറയുന്നതിൽ അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ച് ഒരു ഗണിതശാസ്ത്രപര ഉപകരണത്തിൻ്റെ പേര് എഴുതുക. പ്രൊട്രാക്ടർ. സീതയ്ക്ക് അവളുടെ മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ട്. 2 പേരുടെയും വയസ്സുകളുടെ തുക 60 ആണ്. മകൻ്റെ വയസ്സ് 15. ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 AM യാത്ര തിരിക്കുന്ന ഒരു ബസ് 1 PM അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുന്നു എങ്കിൽ യാത്രയ്ക്കെടുത്ത സമയം 3 മണിക്കൂർ. 3/2 കിലോഗ്രാമിൻ്റെ 10 മടങ്ങ് എത്ര കിലോഗ്രാമാണ്? 15 കിലോഗ്രാമാണ്. 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ മുന്നിൽ നിന്ന് 37ാമതാണ് എങ്കിൽ പിന്നിൽ നിന്നും 29 ആണ്. ഉപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.